അയ്യോ കഷ്ടമായി പോയി. എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. ഞാൻ നിന്നെ നീ എന്നെ പറ്റിക്കുന്നു. അതായത് ഞാൻ പറ്റിക്കുമായിരുന്നു. അതെ, ഞാനത് വിലമതിക്കുന്നു. നിന്റെ നമ്പർ തരാമോ? വേണ്ട, എനിക്കത് വേണ്ട. അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ തിരിച്ചറിഞ്ഞു. അവന് വേണമെങ്കിൽ എന്റെ നമ്പർ വാങ്ങാം. നിന്റെ ആൾ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. ഓ ദൈവമേ, സത്യമായിട്ടും സഹോദര, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്താണിത്? ഇതാണോ ഇത്? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത്? ഇൻസ്റ്റാഗ്രാമിലെ ആളെക്കുറിച്ച്? പ്രഭാതം. അതൊന്നും ഒരു വിഷയമല്ല. ഇറങ്ങിപ്പോകൂ. നിന്റെ സാധനങ്ങൾ എടുക്കൂ. സാധനങ്ങൾ എടുത്ത് ഇറങ്ങിപ്പോകൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പങ്കാളികൾ വഞ്ചിക്കുന്നത് കണ്ടുപിടിക്കുകയും ഉടൻ തന്നെ പ്രതികാരം ചെയ്യുകയും ചെയ്യുന്ന ചില അവിശ്വസനീയമായ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുന്നു. ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ പിടിക്കുകയും തെളിവുകളോടെ ചോദ്യം ചെയ്യുകയും യാതൊരു ദയയുമില്ലാതെ ശിക്ഷ നൽകുകയും ചെയ്യുന്നത് നമ്മൾ കാണാൻ പോകുന്നു. ഈ സംഭവങ്ങൾ വളരെ തീവ്രമാണ്. നീതി പെട്ടെന്ന് നടപ്പിലാക്കുന്നു. പ്രതികരണങ്ങൾ ഒരിക്കലും മറക്കാനാവാത്തതാണ്. നമുക്ക് ഈ നിമിഷങ്ങളെ വിശകലനം ചെയ്യാം. സത്യമായിട്ടും സഹോദര, ഇവിടെ വല്ലാത്ത പ്രശ്നമാണ്. നീ എന്താ ഈ കാണിക്കുന്നത്? അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? നീ സിഗരറ്റ് വാങ്ങിയെന്ന് ഞാൻ മറന്നു. അതെ, നിന്നെ റെക്കോർഡ് ചെയ്യാൻ വീട്ടിലും ഫോണിലും ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം നീ ഒരു വഞ്ചകിയാണ്. നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഈ വീട്ടിലെ ബില്ലുകളെല്ലാം ഞാൻ അടയ്ക്കുന്നു. നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. എന്നിട്ട് നീ എന്റെ വീട്ടിൽ വന്ന് ഇറങ്ങിപ്പോകൂ. സഹോദര, ഞാൻ നിന്നെ ശാന്തനാകൂ. ക്ഷമിക്കണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. നിനക്കെന്താണ് പറ്റിയത്? അതെ, നീ പുറത്തു പോണം. ക്ഷമിക്കണം, ഇവിടെ ഒരു കാര്യവുമില്ല. പുറത്തു പോകൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. നിന്റെ സാധനങ്ങളെല്ലാം എടുക്ക്. എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകൂ. ഞാൻ എവിടെ പോകാനാണ്? ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇറങ്ങിപ്പോകൂ സഹോദര. ഞാൻ പോയിക്കോളാം. ഞാൻ ഇറങ്ങിക്കോളാം സഹോദര. ഞാൻ പുറത്തിറങ്ങിക്കോളാം. ഞാനെല്ലാം എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങൾ രണ്ടുപേരും പോകണം. മനുഷ്യ, ഈ വാതിൽ അടയ്ക്കൂ. വേണ്ട, ഈ നായ ഇവിടെ നിൽക്കും. ഞാനാണ് അതിന് പണം നൽകിയത്. അല്ല, ഞാനാണ് പണം കൊടുത്തത്. നീ ഒന്നും കൊടുത്തിട്ടില്ല. സുഹൃത്തെ, ഞാൻ ഒന്നും ചെയ്യാനില്ല. ഇറങ്ങിപ്പോകൂ. നീ എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? നമുക്ക് പോകണം. ഇവിടുന്ന് ഇറങ്ങിപ്പോടാ വേഗം. നീ ഇന്നും ശ്വസിക്കുന്നത് എന്റെ ഭാഗ്യം കൊണ്ടാണ്. എന്റെ വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ വിടുകയാണ്. പോടാ. നീ പോകണം. നീയും പോകണം. അവന്റെ ഭാര്യ അവന്റെ രണ്ടാനമ്മയുമായി അവിഹിത ബന്ധത്തിലാണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ഞങ്ങൾ എന്റെ അമ്മയുടെ വീട്ടിലാണ് താമസം. അതായത് എന്റെ മുത്തശ്ശിയുടെ വീട്. പിന്നെ എന്റെ അമ്മയും അവരുടെ ഗേൾഫ്രണ്ടും. എന്നിട്ടിപ്പോൾ ഇവൾ ഇത് നോക്ക്. മനുഷ്യ, ഇത് ഭ്രാന്താണ്. ഇതൊരു ഭ്രാന്താണ്. ഇതൊന്ന് നോക്ക്. എന്ത്? ഹേയ്, എന്താണ് നടക്കുന്നത്? നടക്കുന്ന കാര്യങ്ങൾ. മനുഷ്യ, നീ എന്താ ബേബി ഒന്നുമല്ല. നീ എന്താ ഈ പറയുന്നേ? ബേബി, ഇത് കടുപ്പമാണ്. ശാന്തനാകൂ. ഞാൻ ചോദിച്ചത് നീ എന്താ ഈ പറയുന്നതെന്നാണ്. ബേബി, നീ എന്താ ഈ പറയുന്നേ? ബേബി, എന്താ നീ എന്റെ അമ്മയുടെ ഗേൾഫ്രണ്ടിനൊപ്പം ചെയ്യുന്നത്? ഇതിൽ നിന്നെന്നെ വിടൂ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിന്നെ ബഹുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ തുടരൂ. ഞാൻ എന്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. എനിക്ക് 3 മക്കളുള്ളവളോട്. 3 മക്കൾ. ഞങ്ങളെല്ലാവരും ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. നീ എന്താ എന്റെ അമ്മയുടെ ഗേൾഫ്രണ്ടിനൊപ്പം ചെയ്യുന്നത്? കുട്ടികളെ എന്റെ സഹോദരിയുടെ അടുത്ത് വിട്ടപ്പോൾ നീ എന്താണ് കരുതിയത്? ഞാൻ വെറുതെ. കുട്ടികളെ നീ എന്താ ഈ പറയുന്നേ? നീ കള്ളം പറയുകയാണ്. ഞാനല്ല, നീ കള്ളം പറയുകയാണ്. ഈ മനുഷ്യൻ തന്റെ ഭാര്യയെ അവിഹിത ബന്ധത്തിൽ പിടികൂടിയിരിക്കുന്നു. അവൾ ഭർത്താവിനെ വഞ്ചിക്കുക മാത്രമല്ല ചെയ്തത്, ഒരേ സമയം പല കുടുംബ ബന്ധങ്ങളെയും അവൾ തകർക്കുകയാണ്. അവർക്ക് 3 മക്കളുണ്ട്. അവർ എല്ലാവരും ഒരേ വീട്ടിൽ അവന്റെ കുടുംബത്തോടൊപ്പം കഴിയുകയാണ്. എന്നിട്ട് ആ കുടുംബത്തിന്റെ ഭാഗമാകേണ്ട ഒരാളുമായി അവൾ രഹസ്യബന്ധം പുലർത്തുന്നു. ഈ അനാദരവ് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. അവൾ അവളുടെ വിവാഹം, കുട്ടികളുടെ ഭാവിയുടെ സുസ്ഥിരത, കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം പണയം വെക്കുന്നത് എന്തിനാണ്? നീ എന്താ ഈ പറയുന്നേ? ബേബി, വാ, മതിയാക്ക്. അഭിനയം നിർത്ത്. അവൻ നിന്നെ പിടികൂടി. തെളിവുകൾ അവിടെ തന്നെയുണ്ട്. എന്നിട്ടും നീ മുഖത്ത് നോക്കി കള്ളം പറയാൻ നോക്കുകയാണ്. പിടിക്കപ്പെട്ടതിനു ശേഷവും ഒരാളെ വിഡ്ഢിയാക്കാൻ നോക്കുന്നത് ലജ്ജാകരമാണ്.
സുപ്രഭാതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുപ്രഭാതം. ഇറങ്ങിപ്പോ, എഴുന്നേൽക്ക്. നീ എന്താ നിങ്ങൾ കളിക്കുകയായിരുന്നു. ഇറങ്ങി. ഉറങ്ങുന്നത് പോലെ അഭിനയിക്ക്. ഞാൻ കളി കളിക്കുകയാണ്. ഇതൊന്ന് നോക്ക്. ഇതാരെ ബാധിക്കുമെന്ന് നീ കരുതുന്നു? ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് തോന്നുന്നു? പുറത്തിറങ്ങ്. ഞാനൊരു കളി കളിക്കുകയാണ്. നീ എന്നെ അവഗണിക്കാൻ നോക്കുകയാണോ? നേരത്തെ നീ എന്നോടൊപ്പം പോയ കാര്യം അവൻ അറിഞ്ഞോ? അവനറിയില്ല. നീ എന്നെ തകർത്തതുപോലെ ഞാനും എല്ലാം തകർക്കാൻ പോവുകയാണ്. പ്ലീസ്. ഞാനും അതേ കളി തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ഹേയ് ബ്രാൻഡൻ, എഴുന്നേൽക്ക് സഹോദര. തൊലഞ്ഞു പോടാ. നീ ഉറങ്ങുകയല്ല, എഴുന്നേൽക്ക്. ശരി, ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. ബ്രാൻഡൻ, നിന്റെ പ്രതിശ്രുത വധു എവിടെ? അവളെവിടെയാണ് ബ്രോ? അവളെവിടെയാണ്? അവരെ വിളിക്ക്. പോലീസിനെ വിളിക്ക്. നിന്നെപ്പോലെ തന്നെ ഈ വീടിന്മേൽ എനിക്കും അവകാശമുണ്ട്. ടെറ, നീ എന്നോട് ചെയ്തത് ഇത് നീ എന്നെന്നും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല. നിന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. നീ വഞ്ചിക്കുന്ന ഒരാളുടെ കൂടെയാണുള്ളത്. ഞങ്ങൾ വിവാഹമോചിതരാകുകയാണ്. ശരി. ശരി, എന്റെ കയ്യിൽ വീഡിയോയുണ്ട്. ഞാൻ പോകുന്നു. ബ്രാൻഡൻ, നിനക്കൊന്നും പറയാനില്ലേ? ശരി. എന്റെ പട്ടികളോടൊപ്പം കിടന്നുറങ്ങുന്നു. ഞാൻ പോകുകയാണെന്ന് അവനോട് പറ. ഇത് മാത്രമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അവൻ സുഹൃത്തിനോടൊപ്പം മാറി താമസിച്ചു. പക്ഷേ നിയമപരമായി അവന്റെ പേര് ഇപ്പോഴും ആധാരത്തിലുണ്ട്. തന്റെ പ്രതിശ്രുത വധുവിനെ വഞ്ചിക്കുന്ന ഒരാളോടൊപ്പമാണ് നീ കിടക്കുന്നതെന്ന് അവനോട് പറ. അവനോട് അത് പറ. അതും നടന്നു. പിന്നെ ആ ആളിന് അവനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്തൊക്കെയുണ്ട് ഷെരീഫ്? അതെ, എന്റെ ഭാര്യയും അവൾ എന്നെ ചതിക്കുന്ന ആളും. സത്യമാണോ? ആരാണവൻ? അവൾ നിന്നെ ചതിക്കുന്നില്ല. അതെ, അവൾ ചതിക്കുകയാണ്. അല്ല, ഞാൻ ചതിക്കുന്നില്ല. ഞാൻ അവളോടാണ് സംസാരിക്കുന്നത്. പരിചയമില്ലാത്ത ഒരാളോടൊപ്പം അവൾ എന്തിനാണ് ഒളിച്ചോടി വരുന്നത്? അവൾക്ക് നിന്നെ അറിയില്ല, അല്ലേ? ഓ, അവൾക്ക് എന്നെ അറിയാം. അവൾക്ക് നിന്നെ അറിയാമെന്ന് എനിക്കറിയാം. കാരണം പുലർച്ചെ 2 മണിക്ക് അവൾ നിന്റെ വീട്ടിലായിരുന്നു. അത് സാരമില്ല. അവൾ ഇവിടെ ഒളിച്ചു വരുന്നത് സാരമില്ല. നമ്മുടെ മകൾ എവിടെ? അവൾ എന്റെ മകളുടെ അടുത്താണ്. അവൾ എന്റെ സഹോദരിയുടെ മകളുടെ അടുത്താണ്. കാരണം അവൾ ഇവിടെ നിന്നോടൊപ്പമാണ് ബ്രോ. അവൾ എന്റെ സഹോദരിയുടെ അടുത്താണ്. പിന്നെ എന്തിനാണ് നീ അവനോട് ചേർന്ന് നിൽക്കുന്നത്? ഞാൻ അവനോട് ഒരു സുഹൃത്തെന്ന നിലയിൽ സംസാരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ അവനോട് ചേർന്ന് നിൽക്കുന്നതെന്ന്? ഞാൻ അവനോട് ഒരു സുഹൃത്തെന്ന നിലയിൽ സംസാരിക്കുകയാണ്. സുഹൃത്തോ? അപ്പോൾ അവൾ നിന്നോട് പറഞ്ഞില്ലല്ലേ? അവൻ എന്റെ വാതിലിൽ മുട്ടി. അപ്പോൾ അവൾ വിവാഹിതയാണെന്ന് അവൾ നിന്നോട് പറഞ്ഞില്ലല്ലേ? നിങ്ങൾ തമ്മിൽ ഒന്നിച്ചില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞു. നീ അവനോട് അങ്ങനെ പറഞ്ഞു? നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ബ്രോ. 11 വർഷത്തെക്കുറിച്ച് നീ അവനോട് ഒന്നും പറഞ്ഞില്ലല്ലേ? അത് നിന്റെ മോതിരം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. ഇതാ നിങ്ങളുടെ വെള്ളം. എല്ലാവർക്കും വെള്ളം ഇതാ. സ്വാഗതം. ജെസിക്ക, ഹായ്. നീ പെട്ടെന്നൊന്ന് എന്നെ അറിയില്ലെന്ന് അഭിനയിക്കുകയാണോ? എന്താ നീ ഉദ്ദേശിച്ചത്? നിനക്ക് എന്നെ അറിയില്ലേ? ഹലോ, ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ആണ്. എനിക്ക് അങ്ങനെ ബോയ്ഫ്രണ്ട് ഒന്നുമില്ല. നോക്ക്, എന്റെ കയ്യിൽ ഐ ലവ് യു എന്ന് ടാറ്റു ചെയ്തിട്ടുണ്ട്. ഇനി നീ അതൊരു മോശമാണെന്ന് പറയുന്നു? ക്ഷമിക്കണം ബ്രോ, നിന്റെ പേരെന്താണ്? എന്റെ പേര് റോജർ എന്നാണെന്ന്. നിനക്ക് ബോയ്ഫ്രണ്ട് ഇല്ലേ? ഉണ്ട്. അല്ല. ഞങ്ങൾ ഡേറ്റിംഗിലല്ല. ഞാൻ എന്റെ ലൊക്കേഷൻ നിന്നോട് ഷെയർ ചെയ്തതാണ്. പിന്നെ ഇന്നലെ രാത്രി നിങ്ങൾ ഡേറ്റിംഗിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് നിന്നോട് പ്രണയം തോന്നിപ്പോയി. വാവ്, നമ്മൾ പ്രേമത്തിലാണല്ലോ. നീ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഞാൻ പലരുമായും കാണാറുണ്ട്. ഇഷ്ടപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുക്കും. നീ അവനെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ എന്നെ ഒന്ന് ചുംബിച്ചിട്ട് പോലുമില്ല. ഈ സ്ത്രീ മറ്റൊരു പുരുഷനൊപ്പം ഡേറ്റിംഗിൽ ഇരിക്കുമ്പോൾ ബോയ്ഫ്രണ്ട് പെട്ടെന്ന് വരുന്നു. എന്നിട്ടും അവൾക്ക് എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല എന്ന് പറയാൻ തോന്നിയല്ലോ. ഇത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ പയ്യൻ അവൾക്കായി ഐ ലവ് യു എന്ന് ടാറ്റു വരെ ചെയ്തിരിക്കുന്നു. ലൊക്കേഷൻ വരെ ഷെയർ ചെയ്ത് അവളെ അത്രയധികം വിശ്വസിക്കുന്നു. എന്നിട്ടും അവൾ അവനെ അറിയില്ലെന്ന് അഭിനയിക്കുന്നു. വേറൊരുത്തന്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണിൽ നോക്കി ഇത്രത്തോളം അനാദരിക്കാൻ അവൾക്ക് കഴിഞ്ഞത്. ഞാൻ Mi amor, escúchame.
Desgraciado, mi amor, escucha. Mi amor, mi amor, mi amor. Mi amor. A ver, escúchame, mi amor. ഞാൻ നിന്റെ Amor. എനിക്കറിയാം. Espérate, mi amor. എനിക്കറിയാം. എനിക്കറിയില്ല. ഭാം. Amor, escúchame, no. Amor. Amor, escúchame. Por favor, déjame explicar. Por favor. No, mi amor, déjame explicar. Es que no es lo que parece. വരൂ. Mi amor, no, mi amor, perdóname. Perdóname. എടുക്കൂ. Escúchame. Cállate, escúchame. Perdóname. Amor, perdóname. യോച്ച്. ഒന്നും ചെയ്യാൻ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത്, ഇൻസ്റ്റാഗ്രാമിലെ ആ പയ്യന്റെ കൂടെയോ? അവനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്ന് നീ പറഞ്ഞതല്ലേ? ലോകം എത്ര ചെറുതാണ്. ന്യൂയോർക്ക് സിറ്റി. ഹേയ്, എങ്ങനെയുണ്ട്? ഞാൻ ജോൺ. അതെ, വിശേഷങ്ങൾ എന്തൊക്കെ? കൊള്ളാം. പിന്നെ ഈ പയ്യന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? മഹാനുഭാവ, നല്ല കണ്ണട. എനിക്കിത് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അവന്റെ പേര് ഹായ് എന്നാണ്. ഹായ്. ഓ, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഹായ് ഹായ്, എന്റെ പേര് ജോൺ. വളരെ നന്ദി. ഇത് ആനാണ്. നിങ്ങൾക്ക് ഇവളെ അറിയാമായിരിക്കുമെന്ന് കരുതുന്നു. വാലന്റൈൻസ് ഡേക്ക് തൊട്ടു മുൻപും കൂടിയാണ്. അതൊരു രസമല്ലേ? ഓ, ജോലി സംബന്ധമായ അഭിനയം. ഇത് കൈയാണ്. ആഹ്, കൈ. കൊള്ളാം. നല്ല പേര്, നല്ല പേര്, നല്ല കണ്ണട, നല്ല പൈ. വളരെ സന്തോഷം. നിങ്ങളും ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. നന്നായി. വളരെ നന്ദി. പിന്നെ ആ വ്യക്തി സംസാരിക്കുകയായിരുന്നു. അമ്മേ, എനിക്ക് ഇവളെ 10 വർഷമായി അറിയാം. നിങ്ങൾ രണ്ടുപേരും 2-3 വർഷമായി ഡേറ്റിംഗിലാണെന്ന് പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ എങ്ങനെയാണ് പരസ്പരം വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പെൺസുഹൃത്ത് ഇപ്പോൾ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പിലുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കാനാണ്. തയ്യാറാണോ? ഇപ്പോൾ തന്നെ ചെയ്യണോ? ഒന്ന് തന്നെ. അതെ, 1 മിനിറ്റ് മതിയാകും. അതായത് ഇത് 2 വർഷമായി. നമ്മൾ നിനക്ക് എന്നെ വിശ്വാസമല്ലേ? നമ്മൾ ഇപ്പോൾ ചീറ്റർ ബസ്റ്റർ AI ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അവൾ ഇപ്പോൾ ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പിലുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇത് AI ഉപയോഗിക്കും. ശരി, അതെ, ചെയ്യൂ. എങ്കിലും ആദ്യം നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ പേരെന്താണ്? എന്റേതോ? ഞാൻ റെഡിയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ പേര് പറയൂ. അവളുടെ പേര് നിയ എന്നാണ്. അവൾക്ക് എത്ര വയസ്സായി? അവൾക്ക് 23 വയസ്സായി. അവൾ എവിടെ നിന്നാണ്? ഫില്ലിയിൽ നിന്ന്. എയ്ക്ക് തിരിച്ചറിയാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ കൂടി വേണം. എന്തിനാണ് ഇത്ര പരിഭ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവളാണോ? ഇതാണോ നിങ്ങളുടെ ടിൻഡർ? അത് നിങ്ങളുടെ ടിൻഡർ ആണോ? അല്ല. ഇനി നീ പറയേണ്ടതില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. ടിൻഡർ ഉണ്ടല്ലോ. അത് ഞാനല്ല. മൈരെ, എനിക്ക് നിന്നെ 10 വർഷമായി അറിയാം. അത് ഞാനല്ല. അത് നീയാണോ? ഇപ്പോൾ ഞാൻ നിന്നെ ഒന്നടിച്ചാൽ അത് നിന്നിലേക്കായിരിക്കും വരുന്നത്. ഇതിൽ പറയുന്നത് 2 ദിവസം മുൻപ് അവൾ ഇതിൽ സജീവമായിരുന്നു എന്നാണ്. എന്തുപറ്റി? നിങ്ങൾ 2 വർഷമായി പ്രണയത്തിലാണെന്നല്ലേ പറഞ്ഞത്? 2 ദിവസം മുൻപ് നിങ്ങളുടെ ലൊക്കേഷൻ ഓഫ് ചെയ്തപ്പോൾ. ഞാൻ നോക്കൂ. ഞാൻ ജോലിയിലായിരുന്നു. നിനക്കതറിയാലോ. കാരണം നീയാണല്ലോ എന്നെ കൂട്ടാൻ വന്നത്, അല്ലേ? ഈ ആഴ്ച മുഴുവൻ നീ ജോലിക്ക് പോയിട്ടില്ലല്ലോ. ഞാൻ പോകാൻ റെഡിയാണ്. വരൂ. വാ, ഇതൊരു വല്ലാത്ത കുഴപ്പമായി. വരൂ. അതെ, നിങ്ങൾ എല്ലാവരും പോകാൻ റെഡിയാണ്. അതുകൊണ്ടാണ് നീ 2 ദിവസം മുൻപ് മാത്രം ഉപയോഗിച്ച സജീവമായ ടിൻഡർ പ്രൊഫൈലുള്ള ഈ സ്ത്രീ പിടിക്കപ്പെട്ടു. എന്നിട്ടും അത് ഞാനല്ല എന്നാണ് അവളുടെ വാദം. ഗൗരവമായി, AI അവളുടെ മുഖവും വിവരങ്ങളും കൃത്യമായി ഒത്തുനോക്കിയതാണ്. ഈ കള്ളം വളരെ ദയനീയമാണ്. അവർ 2 വർഷമായി ഒന്നിച്ചാണ്,
എന്നിട്ടും അവൾ മറ്റ് ഓപ്ഷനുകൾക്കായി ഡേറ്റിംഗ് ആപ്പുകളിൽ തിരയുകയും വിശ്വസ്തയാണെന്ന് അഭിനയിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഒരു ദശാബ്ദത്തോളം അവളെ വിശ്വസിച്ചു. അതൊരു വഞ്ചനയാണ്, ലളിതമായി പറഞ്ഞാൽ. ഈ ആഴ്ച മുഴുവൻ അവൾ അവധിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും താൻ ജോലിയിലായിരുന്നു എന്ന് അവൾ പറയുന്നു. കള്ളം പറഞ്ഞതിന് പിടിക്കപ്പെട്ടിട്ടും തടിയൂരാൻ അവൾ ശ്രമിക്കുന്നു. തെളിയിക്കപ്പെട്ട കാര്യത്തെ ഒരാൾ വെറുതെ നിഷേധിക്കുന്നത് കാണുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഹേയ്, ഞാൻ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോവുകയാണ്. നിനക്കും വരണോ? ഹേയ്, ഞാൻ ഇപ്പോ സുഹൃത്തുക്കളെ കാണാൻ പോവുകയാണ്. ശരി, പോയി ആസ്വദിക്കൂ. ശരി. എന്റെ പെൺസുഹൃത്തിന്റെ പെരുമാറ്റം വല്ലാതെ വിചിത്രമായി തോന്നുന്നു. വല്ലാതെ വിചിത്രം. ഞങ്ങൾ കാണുമ്പോഴെല്ലാം അവൾ ഫോണിൽ ആരുമായോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കാൻ പോവുകയാണ്. ഞാൻ ശരിക്കും സുഹൃത്തുക്കളെ കാണാനല്ല പോകുന്നത്. ഞാൻ ഒളിച്ചിരുന്ന് അവളെ പിടികൂടാൻ പോവുകയാണ്. ഇതൊന്നു കണ്ടു നോക്കൂ. ശരി, പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു. കാറിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ മുകളിൽ ഒളിച്ചിരിക്കുകയാണ്. എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ആരാണ് ഈ ആൾ? ശരി, കുറച്ചുകൂടി അടുത്ത്. ശരി, പിറന്നാൾ ആശംസകൾ നേരുന്നു. ഞാൻ അതെ, ഇപ്പോൾ നോക്കാം. പിറന്നാൾ ആശംസകൾ. പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട ബിയാങ്ക. പിറന്നാൾ ആശംസകൾ. ഹേയ് പ്രിയേ, നീ എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണോ? അതെ. എന്തിന്? നീ എന്നെ ചതിക്കുന്നത് ഞാൻ പിടികൂടിയതുകൊണ്ട്. എന്ത്? എന്ത്? നീ എന്തിനാണ് അത് ചെയ്തത്? എന്ത്? അത് നിനക്ക് വേണ്ടിയാണോ? അതെ. എന്ത് കള്ളതരമാണ്? ഏത് ഫോൺ? നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ സാധനങ്ങൾ എനിക്ക് തരൂ. അത് നിനക്കുള്ളതല്ല. അതൊരു തെറ്റല്ലേ? ഞാൻ നിന്നെ പിടികൂടി. എന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത്? ഇതിൽ നിനക്കെന്താണ് കാര്യം? നിന്നിൽ നിന്ന് എനിക്ക് മറുപടി വേണം. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത്. നമ്മൾ ഒന്നിച്ചു കഴിയണമെന്നാണ് എനിക്ക് ആഗ്രഹം. നീ എന്തിനാണ് ഇതിനെ ചൊല്ലി തർക്കിക്കുന്നത്? കാരണം ഇത് എന്റെ സമയം കളയുകയാണ്. ഞാൻ എന്റെ സമയം കളയുന്നില്ല. നമ്മൾ ഒന്നിച്ചു കൂടിയത് മുതൽ നീ എന്റെ സമയം കളയുകയാണ്. നീ എത്ര കാലമായി എന്നെ ചതിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാതിരിക്കണമായിരുന്നു. ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല. അത് പഴയതായിരിക്കും. അല്ല, ഒരുപക്ഷെ നമ്മൾ കാണുന്നതിന് മുൻപുള്ളതാകാം. നീ ആക്റ്റീവ് ആയിരുന്നു. അത് എപ്പോൾ ആക്റ്റീവായി? നീ ടിൻഡർ പ്രീമിയത്തിന് പണം നൽകുന്നുണ്ട്. ഞാൻ ടിൻഡർ പ്രീമിയത്തിന് പണം നൽകുന്നില്ല. എനിക്ക് ഇതൊന്നും വേണ്ട. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സാധനങ്ങളും എടുത്ത് ഇവിടുന്ന് പോകൂ. ഇറങ്ങിപ്പോകൂ ഇവിടുന്ന്. നീ ശരിക്കും എന്നെ പുറത്താക്കുകയാണോ? അതെ, കാരണം എനിക്ക് ഇതൊന്നും സഹിക്കാൻ വയ്യ. നീ ടിൻഡറിലാണല്ലോ. നമുക്കൊരു കുടുംബമുണ്ടല്ലോ. നമുക്ക് മക്കളുണ്ട്. അതെ, ഞാൻ മക്കളെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണോ? അതെ, നീ കുട്ടികളെ വിട്ടുപോകണം. കാരണം നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം ശരിയാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താണിത്? ഇതെന്തൊരു അബദ്ധമാണ്. നിനക്ക് എന്നെ പുറത്താക്കി കുട്ടികളെ മാത്രം കൂടെ നിർത്താൻ കഴിയില്ല. അത് ഒട്ടും ശരിയാവില്ല. ഈ സ്ത്രീ തന്റെ കാമുകന്റെ സുഹൃത്തുമായി അവിഹിതത്തിൽ ഏർപ്പെട്ടത് പിടിക്കപ്പെട്ടു. എന്നിട്ടും ഞാൻ പണത്തിനു വേണ്ടിയല്ല എന്ന് പറയുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ടതെന്ന് അവൾ കരുതുന്നു. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. നീ നിന്റെ കാമുകനെ ചതിച്ചു എന്നതാണ് പ്രശ്നം. അതും അവൻ വിശ്വസിച്ച ഒരാളുമായി. അവൾ ഉടൻ തന്നെ സ്വകാര്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിന് ന്യായീകരണമില്ലെന്ന് അവൾക്കറിയാം. നീ അവന്റെ സുഹൃത്തുമായി ചേർന്ന് അവനെ വഞ്ചിച്ചു. അടച്ചിട്ട മുറിക്കുള്ളിൽ ചെന്ന് പറഞ്ഞാൽ മാത്രം സംഭവിച്ച കാര്യങ്ങൾ മാറുമോ? നിന്നെ ഞാൻ വിശ്വസിച്ചു എന്ന് അവൻ പറയുമ്പോൾ അവന്റെ ഹൃദയവേദന നമുക്ക് വ്യക്തമായി കേൾക്കാം. തന്നെ സ്നേഹിച്ച സ്ത്രീയും തന്റെ സുഹൃത്തും ഒരേ സമയം തന്നെ വഞ്ചിച്ചുവെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അവൾ ചെയ്തത് വെറുമൊരു ചതി മാത്രമല്ല.